ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എഡ്യൂബ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ രാജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മളുടെ NTPC ഏതൊക്കെ ബുക്കുകൾ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കണം, അതുപോലെ ടെസ്റ്റ് സീരീസ് വല്ലതും മേടിക്കണം, അങ്ങനെ മൊത്തം ഒരു പഠിത്തം എന്നുള്ള ലെവലിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ട ബുക്കുകൾ, ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, ഏതൊക്കെ ബുക്കുകൾ നമ്മൾ റെഫർ ചെയ്യണം എന്നുള്ള ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാം NTPC ബുക്ക് RRB NTPC 2024. നമുക്കറിയാം എക്സാം എപ്പോഴാണ് വരുന്നത്? ജൂലൈ അല്ലെ? ജൂലൈ ടു സെപ്റ്റംബറിൽ എക്സാം വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന മൊത്തം പുസ്തകങ്ങളുടെയും ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ എന്റെ സിലബസ് നോക്കാം. ചിലർക്ക് പറയുന്ന കാര്യം ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് അറിയണ്ടേ അല്ലേ? സോ സിലബസ് എന്തൊക്കെയാണ്? മാത്സിൽ 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 30 മാർക്ക് ഉണ്ടാവും. റീസണിംഗ് 30 ക്വസ്റ്റ്യൻ, 30 മാർക്ക്. ജനറൽ അവയർനെസ്സിലാണെങ്കിൽ 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്. ഇതാണ് CBT 1 ഫസ്റ്റ് എക്സാമിന്റെ അല്ലെ? മൊത്തം 100 ക്വസ്റ്റ്യൻ, 100 മാർക്ക്, 90 മിനിറ്റ്. ഓക്കെ, 1.5 മണിക്കൂർ. സെക്കൻഡ് എക്സാമിന് 90 മിനിറ്റ് തന്നെയാണ്, പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം 120 ആവുന്നു മാത്രം. ഓക്കെ, 120 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ഇവിടേക്ക് ഒരു 5 ക്വസ്റ്റ്യൻ വീതം കൂടും. 30 എന്നുള്ളത് 35 ആവും, പ്ലസ് 5 ആവും. ഇവിടെ ഒരു 30 എന്നുള്ളത് 35 ആവും. മാത്സും റീസണിങ്ങും 5 കൂടുകയും പിന്നെ 10 കൂടി, അടുത്ത 10 കൂടുന്നത് ജനറൽ അവയർനെസ്സിലാണ്. ജനറൽ അവയർനെസ്സിൽ 40 എന്നുള്ളത് 50 ആവും. ഇത്രയുള്ള വ്യത്യാസം. ഓക്കെ, സോ 5 ക്വസ്റ്റ്യൻസ് വീതം മാത്സിലും റീസണിങ്ങിലും കൂടും, ജനറൽ അവയർനെസ്സിൽ ഒരു 10 ക്വസ്റ്റ്യൻ കൂടും. അങ്ങനെ മൊത്തം 100 എന്നുള്ളത് 120 ആകും അടുത്ത നേരെ എക്സാം. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ബുക്കുകൾ റെഫർ ചെയ്യേണ്ടത്. മാത്സിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, എന്താണ്, RS അഗർവാളിന്റെ ബുക്ക് ഉണ്ട്. മാത്സിന്റെ RS അഗർവാളിന്റെ ബുക്ക്. അതിന്റെ കണ്ടന്റ് ആണ് അത്യാവശ്യം എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ചെറിയ ഇതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആമസോണിൽ ഉണ്ട് കേട്ടോ. ആമസോണിൽ ഞാൻ ലിങ്കുകളെല്ലാം എല്ലാ ബുക്കിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതുപോലെ ഇത് RS അഗർവാളിന്റെ ബുക്ക് ഒന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ല ബുക്കാണ്. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ആൾജിബ്രയും ബാക്കിയെല്ലാം അങ്ങനെ ഒരുവിധം എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന ഒരു ബുക്കാണ് RS അഗർവാളിന്റെ ബുക്ക്. മാത്സിന് ധാരാളം മതി. പ്ലസ് എന്ത് ചെയ്യുക, PYQ നോക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അത് PYQ നിങ്ങൾ എവിടെ കണ്ടാലും YCT പബ്ലിക്കേഷൻ, അതായത് യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്റെ പഴയ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ് എന്നുള്ള പബ്ലിക്കേഷന്റെ പ്രീവിയസ് ഇയറിന്റെ ബുക്കുകൾ നോക്കിയാൽ മതി, അത് നല്ലതാണ്. അതിന്റെ ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊന്ന് കാണാം, ഇവിടെ എന്താ ടെക്സ്റ്റ് ബുക്കിന്റെ ഈ ബുക്കിന്റെ ഉള്ളിലൊരു പേജാണത്. ഇപ്രാവശ്യത്തെ RS അഗർവാളിന്റെ ബുക്കിൽ അത് ഉണ്ടോ എന്നറിയില്ല. അതായത് ആ ബുക്ക് മേടിക്കുന്ന ആളുകൾക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു 1 മന്തിന്റെ ഫ്രീ ഒരു പാസ് ഉണ്ട്. ഓക്കെ, ഒരു 1 മന്ത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു പാസ് കിട്ടും. ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്, ഒരു സ്ക്രാച്ച് കാർഡ് പോലെ ഉണ്ടെങ്കിൽ സ്ക്രാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കോഡ് കിട്ടും. ആ കോഡ് ടെക്സ്റ്റ് ബുക്കിന്റെ ആപ്പിൽ പോയി എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുള്ള് യൂസ് ചെയ്യാം ടെക്സ്റ്റ് ബുക്ക് ആപ്പ്. അതെനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ RS അഗർവാളിന്റെ ബുക്ക് അത് ഉണ്ടോ എന്ന് അറിയില്ല. അപ്പൊ RS അഗർവാളിന്റെ ബുക്ക് മേടിക്കാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഇപ്പൊ പർച്ചേസ് ചെയ്യേണ്ട, അത് ബുക്ക് വന്നതിന് ശേഷം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, അപ്പൊ മാത്സിന് നിങ്ങൾ RS അഗർവാളിന്റെ ബുക്ക് നോക്കുക, പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് യൂത്ത് കോമ്പറ്റീഷൻ ടൈംസ്. അതേപോലെ റീസണിങ്ങിന് എപ്പോഴും നല്ലത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കാരണം റീസണിംഗ് ഒന്നും ഒരു പരിധി കൂടുതൽ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അത് ആലോചിച്ച് അത് എന്താണ് ഒരു ഉദ്ദേശമുള്ള ആ ഒരു സാധനം കണ്ടെടുത്തിട്ട് നമ്മൾ ചെയ്യലാണ് റീസണിങ് അല്ലെ? സോ പിന്നെ ചില ടോപ്പിക്കുകൾ ഉണ്ട് ഒബ്വിയസ്ലി നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കുറെ ടോപ്പിക്കുകൾ. അപ്പൊ അതൊക്കെ പരിചയമാകാൻ വേണ്ടി ഏറ്റവും നല്ല എന്താണ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അതിന് RRBയുടെ 2024 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് ഉണ്ട്. ഇത് YCTയുടെ കേട്ടോ. YCT ഞാൻ പറഞ്ഞ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ ആണ്. അതിൽ ഏതാണ്ട് 16,000 കൂടുതൽ, 16,180 കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ RRB എക്സാമിന് ചോദിച്ച അത്രയും ക്വസ്റ്റ്യൻസ് അവര് ഓരോ സെക്ഷൻ വൈസ് ഒരു ടോപ്പിക് അതിന് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ്, അതിന്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ക്വസ്റ്റ്യൻസ്, അതിന്റെ എക്സ്പ്ലനേഷൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. നല്ല ബുക്കാണ്, പക്ഷെ റേറ്റ് കുറച്ച് ഇപ്പം തോന്നുന്നുണ്ട്. സോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ RRBയുടെ എല്ലാ എക്സാമിനും നിങ്ങളിപ്പോ NTPC ആണെന്ന് വെച്ചാൽ അതേപോലെ NTPCക്ക് ഉള്ളത് എല്ലാം കോമൺ തന്നെയാണ്. സോ ഈ ഒരു ബുക്ക് മതിയാവും. പിന്നെ അതല്ല കുറച്ചും കൂടി എന്താ പറയാ, കുറച്ച് നല്ല രീതിക്ക് എന്നല്ല, അങ്ങനെ എനിക്ക് മനസ്സിലാവില്ല, പ്രീവിയസ് ഇയർ മാത്രം തന്നെ വേണം എന്നുള്ള ആൾക്ക് RS അഗർവാളിന്റെ ഈ വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ് ഈ ഒരു ബുക്ക് നോക്കാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. സോ റീസണിംഗ് നിങ്ങൾ ഈ ഒരു 2 ബുക്ക് ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും ഞാൻ പറയുന്നത് അത്യാവശ്യം കറക്റ്റായിട്ട് കിട്ടുമെന്നെങ്കിൽ PYQ നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ അടുത്ത വരുന്ന ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിന് എന്താണ്, ഒന്നുമില്ല, നിങ്ങൾ NCERT സയൻസ് സോഷ്യൽ ഈ 2 സബ്ജക്റ്റുകൾ ഒരു 6ാം ക്ലാസ് മുതൽ, അത് ഹൈസ്കൂൾ, അതൊന്നും ഹൈസ്കൂൾ മുതലായാലും മതി, 6 വേണ്ട UP തന്നെ എടുത്തു. 6 to 12 നമ്മൾ കൊടുത്തിട്ടുണ്ട്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള
NCERT സയൻസിന്റെ ചോദ്യങ്ങൾ ചോദിക്കും, സയൻസ് പ്ലസ് സോഷ്യൽ, ഇതാണ് ബേസിക്കലി ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട്, ബുക്കുകൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരറ്റത്ത് വായിച്ചു വന്നാൽ വളരെ നന്നായിരിക്കും, ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എവർഗ്രീൻ സാധനം ഏതാണ്, ലൂസൻസ് GK എന്ന് എപ്പോഴോ മുതലേ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ലൂസൻസ് GK. അത്യാവശ്യം നല്ല ബുക്കാണ്, കാണാൻ വലിയൊരു സംഭവം ഒന്നും അല്ലെങ്കിൽ, പക്ഷെ ഒരുപാട് ഫുള്ളി കണ്ടന്റ് പക്ക പാക്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ജനറൽ അവയർനെസ് അധികം വിലയൊന്നുമില്ല കേട്ടോ, ചെറിയ പൈസയേ ഉള്ളൂ. അതായത് ചെറിയ പൈസ ഇൻ സെൻസ് ഒരു 100-200 ആ റേഞ്ചിലുള്ള ഇതാണ്. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇത് നല്ല ബുക്കാണ്. ഇനി അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ നല്ലൊരു ബുക്കാണ് അരിഹന്ത് GKന്റെ ജനറൽ നോളജ് 2024 ഈ ഒരു ബുക്ക്. ഇതിന്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ബെറ്റർ ഓപ്ഷൻ ലൂസൻസ് GK നോക്കുകയാണെങ്കിൽ നോക്കാം. അതിന്റെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു അതിന്റെ PDF കുറെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് ഓക്കെ PDF വായിക്കുന്ന വലിയ സുഖമില്ലാത്ത പരിപാടിയൊന്നും എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം ചെറിയ സ്ക്രീനിൽ മൊബൈലിലൊക്കെ നോക്കുന്ന സുഖമില്ലാത്ത പരിപാടിയാണ്. നോക്കിയിട്ട് എങ്ങനെയാണ് കണ്ടന്റ് ഒക്കെ ഓക്കെ ഇഷ്ടമായെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ ബുക്ക് പർച്ചേസ് ചെയ്യാം. അതേപോലെ അരിഹന്ത് GKന്റെ ബുക്കും നല്ല ബുക്കാണ്. സോ ജനറൽ അവയർനെസ്സിന് ഒന്നുമില്ലെങ്കിൽ NCERT നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ NCERT കുറെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഈ രണ്ട് ബുക്കുകൾ നിങ്ങൾക്ക് നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇനി ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഇസ് എ മസ്റ്റ്, ഇതിലൊരു ഡൗട്ടും വേണ്ട. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകളുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ആപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിന്റെ ആപ്പാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഈ ഒരു ആപ്പ്, ഈ ആപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, RRB NTPC എന്ന് പറഞ്ഞിട്ട് 2024 മോക്ക് ടെസ്റ്റ് സീരീസ് CBT 1-ന്റെയും CBT 2-ന്റെയും കിട്ടും. അതിൽ തന്നെ നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് 2 ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതേപോലെ ചാപ്റ്റർ ടെസ്റ്റ് CBT 1-ന്റെ 269, ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫ്രീ ടെസ്റ്റുകൾ ഒരുപാടുണ്ട്. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി സെക്ഷൻ വൈസ് ടെസ്റ്റുകൾ എല്ലാം ഉണ്ട്. എല്ലാം ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള സാധനമാണ്. അധികം റേറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. മോക്ക് ടെസ്റ്റിന്റെ ഒരു സീരീസ് മേടിച്ചാൽ നിങ്ങൾക്ക് ഇത് ബെസ്റ്റ് ആണ്. അതായത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഒക്കെ പഠിക്കുക, മാത്സ് പഠിക്കുക, റീസണിങ് പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഇതേപോലത്തെ ഒരു മോക്ക് ടെസ്റ്റ്. അത് ചാപ്റ്റർ വൈസ് ഉണ്ട്, സബ്ജക്ട് വൈസ് ഉണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള കുറെ മോക്ക് ടെസ്റ്റുകൾ ഇതിലുണ്ട്, ടെക്സ്റ്റ് ബുക്കിന്റെ ആപ്പിലുണ്ട്. സോ അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതേപോലെ പിന്നെ ഒന്നുള്ളത് ഞാൻ എപ്പോഴും കുറച്ച് പറഞ്ഞാൽ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇതൊന്നും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് ഏതാണ്, RRBക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതാണ്, RRBയുടെ മാത്സ് ഉണ്ട്, RRB ജനറൽ നോളജ് ഉണ്ട്, RRBയുടെ റീസണിങ് ഉണ്ട്, RRBയുടെ ജനറൽ സയൻസ് ഉണ്ട്. ഈ 4 ബുക്ക് ഇതിന്റെ ഒരു കോംബോ പാക്ക് ഉണ്ട്. പക്ഷെ നല്ല റേറ്റ് ആണ്, 2000 സംതിങ് റേറ്റ് ഉണ്ട് കേട്ടോ അതിന്, കോംബോ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ. ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ YCT പബ്ലിക്കേഷൻസിന്റെ നിങ്ങൾക്ക് മാത്സ് ആണ് പ്രശ്നം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത് മാത്സിന്റെ ആണെങ്കിൽ മാത്സ് എടുക്കാം, അല്ല ജനറൽ GK ആണെങ്കിൽ GK എടുക്കാം, അല്ല റീസണിങ് ആണ് വേണമെങ്കിൽ സെപ്പറേറ്റ് എല്ലാം വേണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് YCTയുടെ ഈ ഒരു ബുക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ആ ബുക്കിൽ. അപ്പോ ഇതൊന്ന് കൺസിഡർ ചെയ്യാം. ഇതിന്റെ കോംബോ പാക്കിന്റെ അല്ലാത്ത ഈ സെപ്പറേറ്റ് ലിങ്കുകളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ഈ ബുക്കുകൾ ധാരാളം. പിന്നെ നമ്മൾ ഇത് പഠിക്കുന്നതനുസരിച്ചിട്ടാണ്. നമ്മൾ ഇതിലിപ്പോ മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട് അല്ലെ. പിന്നെ ഇത് വരും, കറണ്ട് അഫയേഴ്സ് വരും. കറണ്ട് അഫയേഴ്സിന് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ PDF കിട്ടും ഓൺലൈനിൽ, ഒരു മന്ത്ലി PDF ഒക്കെ കറണ്ട് അഫയേഴ്സിന്. ഓക്കെ, അങ്ങനത്തെ PDFകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വായിച്ചാലും ധാരാളം അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് കിട്ടും. കറണ്ട് അഫയേഴ്സിന് കവർ ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട്. അധികം ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. സോ അതിനായിട്ടൊരു ബുക്ക് മേടിക്കുന്നതിനേക്കാൾ നല്ലത്, കാരണം എന്തൊക്കെയാലും മിസ്സായി പോകും, ഓൺലൈനിൽ തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ നമ്മൾ ഇങ്ങനത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മൾ സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ഒക്കെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കുക, കമന്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. ഇനി അടുത്തൊരു വീഡിയോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ താഴെ ചോദിക്കുക. ഈ ബുക്കുകളുടെയൊക്കെ ലിങ്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക, ഏതാണ് വേണ്ടത് നിങ്ങൾക്ക്, ഏതാണ് നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം വേണമെന്ന് തോന്നുന്നത് എന്നുള്ളത് ആ ബുക്കുകൾ മാത്രം പർച്ചേസ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.